ഈ വീഡിയോയിൽ നമ്മൾ ആഫ്രിക്കൻ റീജിയനിലെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇതിനെ ചൊല്ലി നമ്മൾ 3 വീഡിയോ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട്. ഈ നിയോ കോളനൈസേഷൻ എന്നുള്ള സെക്ഷനിലാണ് ഈ വീഡിയോ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഗാനയുടെ പ്രസിഡന്റ് 2024 ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച മുഹമ്മദ് ബൗമിയ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെക്കാളും 15% വോട്ട് കൂടുതൽ നേടി വിജയിച്ചു വന്ന വ്യക്തിയാണ് ജോൺ മഹാമ എന്ന് പറഞ്ഞ വ്യക്തി. ഈ ജോൺ മഹാമയാണ് ഇപ്പം ഗാനയിലെ പ്രസിഡന്റ്. അപ്പൊ പുള്ളി ഈ ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞ ഒരു രാജ്യം അറിയാലോ, ഇത് ആഫ്രിക്കൻ റീജിയനിൽ വളരെ മിഡിൽ സെൻട്രൽ പൊസിഷനിൽ കിടക്കുന്ന സാഹേൽ റീജിയനിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ ബുർക്കിന ഫാസോ, നൈജർ, മാലി. ഈ 3 രാജ്യങ്ങളും വളരെ ഒരുമിച്ച് തന്നെയാണ് അവർ ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് റിഫോർമേഷൻ ഒക്കെ കൊണ്ടുവന്ന യങ് ബ്ലഡ് ആണ് അവിടെ റൂൾ ചെയ്യുന്നത്. 34 വയസ്സേ ഉള്ളൂ ഇബ്രാഹിം ട്രാവോറെ. ഈ ഇബ്രാഹിം ട്രാവോറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അയാളുടെ ഓരോ കാര്യങ്ങളും ഓരോ പദ്ധതിയും തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് ഇടേണ്ടി വരും. അത്രമാത്രം റിഫോർമേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ റീജിയനിൽ ഇതുവരെ ഈ വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ഈ ആഫ്രിക്കൻ രാജ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പൊ ബോധോദയം വന്ന ഒരു അവസ്ഥയിലാണ്. ആഫ്രിക്കയിൽ യൂണിറ്റി വന്നിരിക്കുന്നു. അവർ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്ക, ഒരു USA തന്നെ, അതായത് ഒരു അമേരിക്കയ്ക്ക് ബദലായിട്ട് ഒരു USA അവർ ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പം. ഇത് എത്രമാത്രം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു റിഫോർമേഷനാണ് അവിടെ ക്രിയേറ്റ് ആയി വരുന്നത്. അതായത് ഇനി വെസ്റ്റേൺ കൺട്രീസിനെ അകത്ത് കയറ്റി ഇനി മേലാൽ നമ്മളുടെ അസറ്റുകൾ അഥവാ റെയർ എർത്ത് മിനറൽസ് ഇതേപോലത്തെ ഇനി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. അതിന് പകരം നമ്മൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ നിന്നും ചുക്കാൻ പിടിക്കുന്നത് ഈ ഇബ്രാഹിം ട്രാവോറെ എന്ന് പറഞ്ഞ ബുർക്കിന ഫാസോയുടെ നിലവിലത്തെ ലീഡറാണ്. 34 വയസ്സേ ഉള്ളൂ. 32 വയസ്സിലാണ് പുള്ളി ഈ ഒരു പൊസിഷനിൽ വരുന്നത്. അപ്പൊ അതിലുപരിയായിട്ട് ഒരുപാട് റിഫോർമേഷൻസും ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ഇനിഷ്യേറ്റ് ചെയ്ത് വളരെ സക്സസ്ഫുള്ളി ആ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോവാണ്. ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് അഗ്രികൾച്ചറാണ്. അതുപോലെ തന്നെ ഈ സ്വർണം പല വെസ്റ്റേൺ കൺട്രീസ് ആണ്, ഏറ്റവും കൂടുതൽ ഫ്രാൻസ് ആണ് അവിടെ നിന്ന് സ്വർണം ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ഖനനം ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രാൻസിനെ അവിടെ സ്വർണം ഖനനം ചെയ്യുന്ന പരിപാടി പുള്ളി നിർത്തിപ്പിച്ചു. അത് ഇപ്പൊ ഫ്രാൻസിന് അവിടെ എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. എല്ലാ പ്രൈവറ്റ് കോർപ്പറേറ്റുകൾ, ഈ വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉള്ള എല്ലാ പ്രൈവറ്റ് കോർപ്പറേറ്റുകളെയും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി വെസ്റ്റേൺ കൺട്രീസിന് ഈ ഒരു പരിപാടി കൊടുക്കുന്നില്ല. അതിന് പകരം ഇവർ തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ആ ഒരു മേഖലയൊക്കെ ഈ ഗവൺമെന്റ് തന്നെയാണ് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനുപരിയായിട്ട് ഇപ്പൊ ഈ ഒരു 3 രാജ്യങ്ങളുടെ കൂടെ, ഏത് 3 രാജ്യങ്ങൾ? ബുർക്കിന ഫാസോ, മാലി, നൈജർ. ഈ 3 രാജ്യങ്ങളുടെ കൂടെ ഒരു രാജ്യം കൂടെ ഇപ്പൊ കൂടിച്ചേരുകയാണ് ഗാന. ഗാനയുടെ പ്രസിഡന്റ് ഈ ജോൺ മഹാമ 2 റെവല്യൂഷണറി പോളിസീസ് ആണ് മുന്നോട്ട് വെക്കുന്നത്. രാജ്യത്തിന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെക്കാനുള്ള, ഈ രാജ്യത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ ജനങ്ങൾക്ക്, ആ പീപ്പിൾ ഓഫ് ദ ലാൻഡ്, ആ ജനങ്ങൾക്ക് തന്നെ ഇതിന്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ പല രീതിയിലുള്ള റിഫോർമേഷൻസ്, റെവല്യൂഷണറി പോളിസീസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ജോൺ മഹാമ ഇബ്രാഹിം ട്രാവോറെ എന്ന് പറഞ്ഞ ഈ ഒരു ബുർക്കിന ഫാസോയുടെ ലീഡറുമായിട്ട് കൂടിച്ചേർന്ന് ഇരുന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഇവർ രണ്ടും തമ്മിൽ ഒരു മീറ്റിംഗ് നടന്നായിരുന്നു. ആ മീറ്റിംഗിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അജണ്ട, ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് നീങ്ങിയൊന്നുമല്ല. ഈ 2 വർഷത്തിനിടയിൽ തന്നെ ഈ ബുർക്കിന ഫാസോയുടെ പ്രസിഡന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ തീരുമാനം വളരെ എഫക്റ്റീവ് ആണ്. ഈ ഗാനയുടെ പ്രസിഡന്റിനെയും കൂടെ കൂട്ടിച്ചേർത്തോണ്ട് ഇവർ 4 രാജ്യങ്ങളായി. ഇപ്പം ഈ 4 രാജ്യങ്ങൾ, ഇതിന്റെ കൂടെ നൈജീരിയയും കൂടെ ചേരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആഫ്രിക്കയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, ഈ സാഹിൽ റീജിയനിൽ കിടക്കുന്ന രാജ്യങ്ങളും അതിന്റെ ഒപ്പം തന്നെ ഈ നൈജീരിയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടാണ്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് തീവ്രവാദത്തിനെയൊക്കെ നല്ല രീതിയിൽ ചെറുത്ത് നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവും. എന്താണ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാനയുടെ 2 റെവല്യൂഷണറി പോളിസി ഞാൻ പറയാം. ഒന്നാമത് റിമൂവൽ ഓഫ് കൊളോണിയൽ ബോർഡേഴ്സ്. ഈ വെസ്റ്റേൺ കൺട്രീസ് കൊണ്ടുപോയി, ഈ വെസ്റ്റേൺ കൺട്രീസ് അവർക്ക് ഇപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ നമ്മളുടെ ബോർഡറൊക്കെ വേർതിരിച്ചിരിക്കുന്നത് പല സ്റ്റേറ്റുകളായിട്ട് ലിംഗ്വിസ്റ്റിക് ബേസിസിലാണ്. പിന്നെ പല രാജ്യങ്ങളും വീണ്ടും അത് ലിംഗ്വിസ്റ്റിക് ബേസ് കൃത്യമായിട്ട് അത് ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബോർഡർ ചേഞ്ച് ആവാറുണ്ട്. പക്ഷെ ആഫ്രിക്കൻ റീജിയനിൽ ഇങ്ങനെയല്ല ഈ ഒരു സ്റ്റേറ്റുകൾ വേർതിരിച്ചെടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് മീൻസ് ഓരോ രാജ്യങ്ങളുടെ ബോർഡറും അതിർത്തിയൊക്കെ നിർണ്ണയിച്ചിരിക്കുന്നത് അവരുടെ ഗോത്രങ്ങൾ, ഇവർ ഈ പല ഗോത്രങ്ങളാണ്. അപ്പൊ ഈ ഗോത്രങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും അറിയാതെയാണ് ഈ വെസ്റ്റേൺ കൺട്രീസ് ഇവരുടെ ബോർഡറൊക്കെ നിയന്ത്രിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ബോർഡർ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെർലിനിൽ നടന്ന ഒരു കോൺഫറൻസ് ആണ്. 1884 യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് ബെർലിനിൽ നടന്ന ഒരു കോൺഫറൻസിൽ, ബെർലിനിൽ നടന്ന ഒരു മീറ്റിംഗിലാണ് ഇതിന്റെ ആഫ്രിക്കയുടെ അതിർത്തി തീരുമാനിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചോണം. അപ്പൊ ഈ ഒരു അതിർത്തി ഇപ്പൊ നിലവിലെ ആഫ്രിക്കൻ റീജിയനിൽ പല രാജ്യങ്ങളായിട്ട് ഗാന, നൈജീരിയ, ബുർക്കിന ഫാസോ, മാലി ഇങ്ങനെയൊക്കെ കിടക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെയും അതിർത്തി നിർണയിച്ചത് ഈ ബെർലിനിൽ 1884 ഇതിനെയാണ് ആഫ്രിക്കൻസ് ഇപ്പൊ കൊളോണിയൽ ബോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ കൊളോണിയൽ ബോർഡേഴ്സിനെ എടുത്തു മാറ്റിക്കൊണ്ട് യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണോ യൂണിറ്റി ആയിട്ട് ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിനെ എല്ലാം ബോർഡർലെസ് ആയിട്ട് ട്രാൻസ്പോർട്ടേഷനും ട്രേഡും
മറ്റുള്ള പീപ്പിൾ ടു പീപ്പിൾ കണക്റ്റും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്, ഈ ഒരു കൊളോണിയൽ ബോർഡേഴ്സ് ഇല്ലാതാക്കുക എന്നുള്ളത്. നമ്പർ 1 വളരെ വളരെ വാലിഡ് പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ അമേരിക്കയ്ക്ക് ആയാലും വെസ്റ്റേൺ കൺട്രീസിനായാലും ഒട്ടും തന്നെ താല്പര്യപ്പെടാത്ത കാര്യങ്ങളാണ്. ഫ്രാൻസിനൊക്കെ ഇതിൽ നല്ല കലിപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുള്ളിയുടെ രണ്ടാമത്തെ റെവല്യൂഷണറി പോളിസി എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മിനറൽസ് ബാൻ ചെയ്യുക എന്നുള്ളതാണ്. ആർക്കും റെയർ എർത്ത് മിനറൽസ് കൊടുക്കുന്നില്ല. റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ്, ഈ രാജ്യങ്ങളുടെ സ്വത്താണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ഈ ഒരു അസറ്റ് ഈ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ ഇത്രയും കാലം കൊണ്ടുവന്ന് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ രാജ്യത്തിന്റെ അണ്ടർ ഡെവലപ്മെന്റ്, ഇതിനൊരു എക്കണോമിക് ഈ രാജ്യങ്ങൾക്ക് ഒരു എക്കണോമിക് ലെവലിൽ ഒരു പുരോഗതി ഒന്നും തന്നെ ഉണ്ടാക്കാതെ ഇവര് കാലാകാലങ്ങളായിട്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു തീരുമാനം കൂടെ എടുത്തിരിക്കുന്നത്. ഈ 2 തീരുമാനം ഇപ്പൊ ഇത് വെറുതെ സംസാരിച്ചല്ല, ഇത് ആഫ്രിക്കയില് ഇപ്പം ആഫ്രിക്കയില് ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള ഒരു യൂണിറ്റി ഇപ്പൊ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ആ യൂണിറ്റി ക്രിയേറ്റ് ആയി വരുന്നതിൽ ഈ ഇബ്രാഹിം ട്രാവോറെ പറയുന്നത് US എയ്ഡ് വേണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ നിർത്തിയ US എയ്ഡ് അതേപോലെ നിർത്തിക്കോ, ഇനി ഞങ്ങൾക്ക് എയ്ഡ് വേണ്ട എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ സൗത്ത് ആഫ്രിക്ക ഉണ്ട്, സൗത്ത് ആഫ്രിക്കയിലെ റാമബോസ എന്ന് പറയുന്ന ഈ സൗത്ത് ആഫ്രിക്കൻ പ്രൈം മിനിസ്റ്റർ ട്രംപിന്റെ പുറകെ നടക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെയും എയ്ഡ് ഒന്ന് പാസ്സാക്കി തരണം എന്നുള്ളത്. US എയ്ഡ് നിർത്തിയ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് US എയ്ഡിന്റെ നിർത്താനുള്ള കാരണവും അതിന്റെ പിന്നാമ്പുറത്ത് നടന്ന ചില കൊള്ളരുതായ്മകളും നമ്മൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു സൈഡ് മാത്രമാണ്. ഇനിയൊരു സൈഡ് ഉണ്ട്, ഈ US എയ്ഡിന്റെ പോസിറ്റീവ് സൈഡ്. അതായത് സത്യസന്ധമായിട്ട് ഈ ഒരു US എയ്ഡ് കിട്ടി ആ ഒരു US എയ്ഡ് കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്പാക്ട്, നെഗറ്റീവ് ഇമ്പാക്ട് അതുകൊണ്ട് ഉണ്ടാക്കാം. ട്രംപിന്റെ ഈ ഒരു നയം, അതായത് US എയ്ഡ് നിർത്തുന്ന ഈ ഒരു നയം മൂലം ബുദ്ധിമുട്ടിലായ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ആഫ്രിക്കൻ റീജിയനിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതേപോലത്തെ പുതിയ ലീഡേഴ്സ് എമർജായി വരുന്ന സമയത്ത് അവര് പുതിയ പദ്ധതികൾ, പുതിയ പോളിസികൾ രൂപീകരിച്ച് അവിടെ നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതിൽ നമ്പർ 1 ആണ് ഈ ഇബ്രാഹിം ട്രാവോറെ. ആഫ്രിക്കൻ റീജിയനിൽ തന്നെ ഒരു എനർജി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ലീഡറിന്റെ, ഈ ഒരു 34 വയസ്സുകാരന്റെ ഇബ്രാഹിം ട്രാവോറയുടെ ഒരു കടന്നുവരവ് എന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് പുള്ളി അവിടുത്തെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് തന്നെ പുള്ളി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വിജയകരമായിട്ടും പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപാട് ജയിൽ പുള്ളികളെയൊക്കെ, അതായത് ചെറിയ കുറ്റങ്ങൾക്ക് ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആൾക്കാരെയൊക്കെ പുറത്തിറക്കി അവരെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ച് അവരെ അഗ്രികൾച്ചർ അതുപോലെ ഫാർമേഴ്സ് ആക്കി മാറ്റി തീർത്തിരിക്കുകയാണ്. ഇതൊക്കെ ചെറിയ കാര്യമല്ല, ഇതൊക്കെ വളരെ പുതുമയാർന്ന ഐഡിയകളാണ്. ഇതുപോലെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ആഫ്രിക്കൻ റീജിയനിൽ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, ആ ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഇനിയിപ്പോ ഈ ഒരു കാര്യമുള്ളൂ, ഈ റെയർ എർത്ത് മിനറൽസ് ഒക്കെ ബാൻ ചെയ്യാന്നുള്ളത്. ഇത് ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ ചൊടിപ്പിക്കും, നല്ല രീതിയിൽ ചൊടിപ്പിക്കും. ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് 2 ഡേയ്സിൽ നടന്ന മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇനിയിപ്പോ ഈ അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഗാസയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലൊന്നും കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ടൈം ലൈൻ ഇല്ല. അപ്പൊ അതുകൊണ്ട്, കാരണം മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ യൂണിയനിലൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാനുള്ള ടൈമില്ല. ഇനിയിപ്പോ ഈ വിഷയങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒതുങ്ങി, ഇപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ഇനി ആഫ്രിക്കയിൽ പോയിട്ട് വീണ്ടും കൊള്ളയടിക്കാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടുത്തെ ജനങ്ങളൊക്കെ മാറിയിരിക്കുകയാണെന്നുള്ള ഒരു വസ്തുത ഇവർക്ക് ബോധ്യപ്പെടുക. ആ ബോധ്യപ്പെടുന്ന സമയത്തായിരിക്കും ഇവർ എന്തെങ്കിലുമൊക്കെ അടുത്ത കുരുട്ട് ബുദ്ധികളൊക്കെ ആലോചിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ എന്നാലും എന്നിരുന്നാലും എല്ലാ തവണത്തെയും പോലെ അല്ല ഇപ്പോഴത്തെ ആഫ്രിക്കൻ യൂണിയന്റെ ഒരു യൂണിറ്റി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ ഇനി പോയി കൊള്ളയടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ എന്നുള്ളത് വളരെ വളരെ ഡൗട്ട്ഫുൾ ആണ്. കാരണം അവിടെ ലീഡേഴ്സ് എല്ലാം ഇപ്പൊ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഈ ഇബ്രാഹിം ട്രാവോറെ എന്ന് പറയുന്ന ഈ ഒരു യങ് ബ്ലഡ് അവിടെ ഒരുപാട് റെവല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് ആഫ്രിക്കൻ റീജിയൻ മൊത്തത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസ് ദ കോണ്ടിനെന്റ്, അതേപോലെ കൺട്രോൾ ഓഫ് അവർ വെൽത്ത്, ആ രാജ്യത്തിന്റെ വെൽത്ത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊക്കെ അവർ വളരെ പോയിന്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞ ആ ഒരു എഗ്രിമെന്റിൽ മൊത്തത്തിൽ ആ ഒരു ഡിസ്കഷനിൽ മെനൂട്ട്സിൽ മൊത്തത്തിൽ കുറിച്ച്. ഈ കൊളോണിയൽ ബോർഡേഴ്സ് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ കോണ്ടിനെന്റൽ യൂണിറ്റിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, കോണ്ടിനെന്റൽ യൂണിറ്റി. അപ്പൊ അത് തൽക്കാലം അവർ USA എന്നാണ് വിളിക്കുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആഫ്രിക്ക എന്നാണ് വിളിക്കുന്നത്. അത് വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു ബദലായിട്ട് തന്നെ ആ ഒരു നെയിം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ മീറ്റിംഗ് നടന്നത് അഡീസ് അബാബയിലാണ്. അഡീസ് അബാബ എന്ന് പറഞ്ഞാൽ അറിയാലോ, എത്യോപ്യയുടെ തലസ്ഥാനമാണ് അഡീസ് അബാബ എന്ന് പറയുന്നത്. ഈ അഡീസ് അബാബ എന്ന് പറഞ്ഞ ഈ ഒരു ആഫ്രിക്കൻ റീജിയനിലാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഒരുപാട് ആഫ്രിക്കൻ ലീഡേഴ്സ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു കാലഘട്ടത്തിലും നടക്കാത്ത രീതിയിലുള്ള ഒരു യൂണിറ്റിയാണ് ഈ ആഫ്രിക്കൻ റീജിയനിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ആഫ്രിക്കൻ യൂണിയനിൽ നിന്നുള്ള ട്രേഡ് കാണിക്കുന്നത് 21% ആണ്. യൂറോപ്യൻ യൂണിയന്റെ ട്രേഡ് കാണിക്കുന്നത് 70% ആണ്. ഏഷ്യൻ സൈഡിലുള്ള ട്രേഡ് കാണിക്കുന്നത് 60% ആണ്.
ഇപ്പൊ ഇതിനകത്ത് ഈ ആഫ്രിക്കൻ യൂണിയനിൽ ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ട്രേഡ് 21%? അപ്പോഴാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആഫ്രിക്കൻ യൂണിയനിൽ നിന്ന് ഈ ഒരു റെയർ എർത്ത് മിനറൽസ്, ഇതേപോലെ ഹൈ വാല്യൂ ഉള്ള സാധനങ്ങളൊക്കെ, ഗോൾഡ് ഉൾപ്പെടെ യുറേനിയം ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇവർ എടുത്തുകൊണ്ട് പോയിട്ട് യൂറോപ്യൻ കമ്പനീസിന്റെ പേരിലാണ് ഈ ട്രേഡ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ 70% ട്രേഡ് വരുന്നത്. ഇതൊക്കെ ആഫ്രിക്കൻ റീജിയനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അവിടെ ഇപ്പോൾ വരുന്ന ലീഡേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിനകത്ത് ACFTA എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം ആഫ്രിക്കൻ റീജിയനിലുള്ള ഉള്ളിലുള്ള കൺട്രീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇതൊരു ട്രേഡ് എഗ്രിമെന്റ് ആണ്. ആ ട്രേഡ് എഗ്രിമെന്റ് എന്താണെന്ന് വെച്ചാൽ വിതൗട്ട് ബോർഡേഴ്സ്, അതിലുപരിയായിട്ട് പ്രയോറിറ്റി ആഫ്രിക്ക, അതായത് പ്രയോറിറ്റൈസ് ആഫ്രിക്കയ്ക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബോർഡർലെസ് ആയിട്ടുള്ള ഫ്രീ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റുമായിട്ടാണ് ബന്ധപ്പെട്ട് ഇത് വന്നിരിക്കുന്നത്. ഈ ഒരു ചർച്ച അതിനകത്ത് വളരെ പ്രാധാന്യം വഹിച്ച ഒരു ചർച്ചയാണ്. ഇതിനകത്ത് അവർ ഉദ്ദേശിക്കുന്നത് സിംഗിൾ യൂണിഫൈഡ് മാർക്കറ്റ്, അതായത് ആഫ്രിക്കൻ റീജിയന് വേണ്ടി മാത്രം ഒരു സിംഗിൾ യൂണിഫൈഡ് മാർക്കറ്റ് ഉണ്ടാക്കുക. അപ്പൊ അതിന്റെ ഒരു നല്ല രീതിയിലുള്ള ട്രേഡ് വോളിയം അവർക്ക് കാണിക്കാൻ പറ്റും ഈ യൂണിഫൈഡ് സിംഗിൾ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ. ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ, ഇങ്ങനെ ഒരു ഏരിയ അവർ രൂപീകരിക്കുകയാണ്. സിംഗിൾ യൂണിഫൈഡ് മാർക്കറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ആശയം പുതുതായിട്ട് അവർ എടുത്തു വെക്കുന്നത്. ഈ സിംഗിൾ യൂണിഫൈഡ് മാർക്കറ്റ് ത്രൂ 3.4 ട്രില്യൺ ടു 4 ട്രില്യൺ വരെ അവർക്ക് മാർക്കറ്റിൽ ട്രേഡ് വോളിയം ഷെയർ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതല്ല. ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ രാജ്യങ്ങളും ഈ ആഫ്രിക്കൻ റീജിയനിലുള്ള ട്രേഡ് ഒക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇതിലുപരിയായിട്ട് അവർ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, റോഡ് ഫെസിലിറ്റി, അതേപോലെ തന്നെ റെയിൽവേ നെറ്റ്വർക്ക്, എനർജി സെക്ടർ, ഇതെല്ലാം തന്നെ അവര് ഫോക്കസ് ചെയ്ത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ബുർക്കിനോ ഫാസോ, മാലി, നൈജർ, ഈ രാജ്യങ്ങളുടെ കൂടെ ഇപ്പൊ ഇനി കൂടിച്ചേരാൻ പോകുന്ന പറഞ്ഞാൽ ഗാന, നൈജീരിയ, സാംബിയ, സൗത്ത് ആഫ്രിക്ക, ഈ രാജ്യങ്ങളൊക്കെ ഇതിനൊപ്പം നിൽക്കാമെന്ന് ഇപ്പൊ ഇതിനൊപ്പം നിൽക്കും എന്നുള്ളത് വളരെ ഉറപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനയിൽ ഏറ്റവും കൂടുതൽ കോക്കോയുടെ കോക്കോ സീഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ഗാനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പേര് ഗാനയിൽ തന്നെ കിടപ്പണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പില്ലാത്തുള്ള വിഷയമാണ്. പല കമ്പനികളാണ് ഇത് ഡീൽ ചെയ്യുന്നത്, പല കോർപ്പറേറ്റ് കമ്പനികളാണ് ഇത് എടുത്ത് പുറത്തോട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പൊ അവരിപ്പോ ഉദ്ദേശിക്കുന്നത് ഗാനയിൽ തന്നെ എന്തുകൊണ്ട് നമുക്ക് ചോക്ലേറ്റ്, നല്ല പ്യൂർ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് ആയിട്ട് തന്നെ നമുക്ക് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്തുകൂടാ. ആ രീതിയിലാണ് ഇവർ കുറച്ച് തോട്ട് പ്രോസസ് ഇപ്പം മുന്നോട്ട് വെക്കുന്നത്. ഇതേപോലെ നൈജീരിയ ഒരുപാട് ക്രൂഡ് ഓയിൽ വിൽക്കുന്നു എന്നുള്ളതാണ്. ക്രൂഡ് ഓയിൽ പറയുമ്പോഴത്തേക്ക് അവർ അതിനകത്ത് കൂടുതൽ ഇപ്പൊ നൈജീരിയൊക്കെ മുന്നോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ റിഫൈൻഡ് ഓയിൽ മേഖലയിൽ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് നോക്കിക്കൂടാ, എന്തുകൊണ്ട് നമ്മൾ ക്രൂഡ് ആയിട്ട് തന്നെ സെൽ ചെയ്തുകൊണ്ടിരിക്കണം, ആ ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് മാറിയിട്ട് നമുക്ക് റിഫൈൻഡ് ഓയിൽ മേഖലയിൽ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ സാംബിയ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോപ്പർ കിട്ടുന്ന സ്ഥലമാണ് സാംബിയയും ആ രീതിയിൽ മാറി ചിന്തിക്കുകയാണ്. ഇപ്പൊ കോപ്പർ ആകുമ്പോഴത്തേക്കും അവർക്ക് അവിടെ തന്നെ ഈ കേബിളിന്റെ കമ്പനീസ് എല്ലാം അവർക്ക് അവിടെ തന്നെ ലോഞ്ച് ചെയ്യാമല്ലോ. നോക്കിയാൽ നൈജറിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന യുറേനിയമാണ്. അപ്പൊ ഇങ്ങനെ ചീപ്പ് റേറ്റിന് യുറേനിയം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലത്തെ ഫ്രാൻസ് ഇതേപോലത്തെ ഫോറിൻ കമ്പനികൾക്ക് അവിടെ ചെന്ന് ഇത് വളരെ എളുപ്പത്തിൽ വാരിക്കൊണ്ട് പോകാനുള്ള ഒരു സൗകര്യം ഒരുക്കാതിരുന്നാൽ പോരെ, അവർക്ക് നല്ല രീതിയിൽ ഇതിനെ വെച്ച് ഡിമാൻഡ് ചെയ്ത് നല്ല മാർക്കറ്റിൽ നല്ല പ്രൈസ് മേടിക്കാൻ പറ്റും. അതുപോലെ കോങ്കോ എടുത്തു കഴിഞ്ഞാൽ കൊബാൾട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കോങ്കോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നല്ല രീതിയിലുള്ള യുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം നടക്കാനുള്ള കാരണം തന്നെ ഈ ഒരു കൊളോണിയൽ ബോർഡർ ആണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കാരണം ഈ കൊളോണിയൽ ബോർഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രണ്ട് സെക്ടുകളായിട്ട് ചേർന്നിട്ട് ഈ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് അവിടെ ഒരു മത്സരം നടക്കത്തില്ല, ഈ കൊബാൾട്ടിന് വേണ്ടിയിട്ട് അവിടെ ഒരു യുദ്ധവും നടക്കത്തില്ല. അപ്പൊ ഈ ഒരു കൊളോണിയൽ ബോർഡർ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു എൻറ്റയർ റീജിയൻ, ഒരു യൂണിഫൈഡ് റീജിയൻ ആഫ്രിക്കയായിട്ട് ഉണ്ടാക്കാനാണ് ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സീരീസിലെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുടരെ നമ്മൾ ടൈം കിട്ടുമ്പോഴൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആണ്. നിയോ കോളനൈസേഷൻ 4 സീരീസിലാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ ആഫ്രിക്കൻ റീജിയനിൽ ഉണ്ടായി വരുന്ന ഒരു യൂണിറ്റി, അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാരണമായി തീർന്നിരിക്കുന്നത് ഈ ഒരു ഇബ്രാഹിം ട്രാവോറെ എന്ന് പറഞ്ഞ ഒരു യങ് ലീഡറാണ്. അപ്പൊ അയാളുടെ നേതൃത്വത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ അതിൽ പുതിയ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗം ഈ നിയോ കോളനൈസേഷൻ 5ാം ലക്കത്തിൽ ഞാൻ അവതരിപ്പിക്കാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.